ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ ചെറിയ ഒരു സൂറത്തിനെ കാണാം. വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ സത്യം ചെയ്തത് വത്തീനി വസ്സൈത്തൂൻ, അത്തിമരത്തെ തന്നെയാണ് സത്യം. അള്ളാഹു പലതിനെയും സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വൽ അസ്ർ, കാലഘട്ടം തന്നെയാണ് സത്യം. അള്ളാഹു കാലഘട്ടം തന്നെയാണ് സത്യം ചെയ്ത് പറഞ്ഞിട്ട് പറയുന്ന കാര്യം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ മൊത്തത്തിൽ പരാജയത്തിൽ തന്നെയാണ്. നമ്മെ പറ്റിയാണ്, നമ്മളാണല്ലോ ഈ മനുഷ്യ വിഭാഗം, നമ്മളൊക്കെ പരാജയത്തിലാണ്. അള്ളാഹു അടിവരയിട്ട് പറയുകയാണ് മനുഷ്യന്മാരെല്ലാവരും പരാജയത്തിലാണ്, 4 കൂട്ടർ ഒഴികെ. 4 കൂട്ടരൊഴികെ എല്ലാവരും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, വിശ്വാസികൾ ഒഴികെ. അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിൽ, അവന്റെ പ്രവാചകന്മാരിൽ, അവന്റെ ദീനിൽ വിശ്വസിക്കേണ്ട കാര്യത്തിൽ കൃത്യമായിട്ട് വിശ്വസിച്ചവർ ഒഴികെ. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തവർ ഒഴികെ. പിന്നെ പറയുന്ന 2 കാര്യങ്ങൾ വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട്, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ ഒഴികെ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവർ ഒഴികെ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ 4 കൂട്ടർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളിലും നമ്മുടെ നടപ്പിലും നമ്മുടെ ജീവിതത്തിലും നാം എല്ലാം സ്വന്തം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നാം എല്ലാം വിജയികൾ എന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദുൽഹിജ്ജ മാസം കടന്നുപോയി, ഒരു വർഷം നമ്മിൽ കടന്നുപോയി, പുതിയൊരു വർഷത്തിലേക്ക് സമാഗതമായി. കഴിഞ്ഞ വർഷം ജീവിച്ചിരുന്ന നമ്മോടൊപ്പം ഇങ്ങനെ ഒരുമിച്ച് കൂടിയ പലരും ഇന്ന് ഖബറുകളിൽ, വിശേഷ്യ നമ്മുടെ മഹലിൽ പ്രത്യേകിച്ച് നമ്മൾ ഉറപ്പായിട്ടും ജീവിച്ചിരിക്കുമെന്ന് ഞാനും നിങ്ങളൊക്കെ വിശ്വസിച്ച പലരും ഇന്ന് ഖബറിലാണ്. ആരോഗ്യവാന്മാരായ, ആരോഗ്യ ദൃഢഗാത്തരായ അവരും നമ്മളെപ്പോലെ സമയം അള്ളാഹു കൊടുത്തവരാണെന്ന് ഓർക്കണം. ആ സമയത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുക നാമൊക്കെ നഷ്ടത്തിലാണ്. എങ്ങനെയാ നഷ്ടത്തിലാവുക? ഹസൻ റഹിമഹുല്ല പറയുന്നുണ്ട്, ഇന്നമാ അഖ്സമ ബിഹാദൽ വഖ്തി തംബീഹൻ അനൽ അസ്വാഖി ഖദ്നാ വഖ്ത ഇൻഖിതാഇഹാ വ ഇൻതിഹാ അത്തിജാറ. ജനങ്ങൾ സമയം ചെലവഴിക്കുന്നത് അവർക്ക് ആവശ്യമില്ലാത്ത സമയങ്ങളിലൂടെയാണ്. ഇമാം ഇബ്നു ജൗസി റഹിമഹുല്ലാ പറയുന്നുണ്ട്, വലഖദ് ഷാഹത്തു ഖൽഖൻ കസീറൻ, ധാരാളം ആളുകൾ ഞാൻ ഇങ്ങനെ നോക്കി. എന്റെ ചുറ്റുപാടുമുള്ള ഈ കാലഘട്ടത്തിലെ 2024 ഈ വെള്ളിയാഴ്ചയുടെ ജുമാ ദിവസത്തിന്റെ സമയത്തിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹത്തുക്കൾ, ആ കാലഘട്ടത്തെക്കാളൊക്കെ എത്രയോ മോശവും നികൃഷ്ടവുമാണ് നമ്മൾ ഈ അധിവസിക്കുന്ന ഈ കാലഘട്ടം എന്ന് ഓർക്കണം. എന്നിട്ട് പോലും ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കൾ പറയുന്നു, ഞാൻ നോക്കിക്കണ്ടപ്പോൾ ഇമാം ഇബ്നു ജൗസി പറയാണ്, ഞാൻ കുറെ ആളുകളെയൊക്കെ നോക്കി, ആ ആളുകളെല്ലാം ലാ യഅരിഫൂന മഅനൽ ഹയാത്തി, ജീവിതം എന്താണെന്ന് പോലും മൗത്തുങ്ങൾക്ക് അറിയില്ല. ജീവിതം എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഫമിൻഹും മൻ അഗ്നാഹു അല്ലാഹു അൻ ഇക്തസബി കസ്റതി മാലി, അത് കുറെ ആളുകൾ ഇങ്ങനെ സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ജോലി, അത് തിരക്ക്, ജോലി തിരക്ക്, രാവിലെ ആകുമ്പോൾ പണിക്ക് പോകണം, വൈകുന്നേരം ആകുമ്പോൾ പണി, രാത്രിയായാലും പണി തീരൂല. ഇങ്ങനെ സമ്പത്തിന്റെ പിന്നാലെ സമ്പാദിക്കണം, ബിസിനസിന്റെ സക്സസ്മെന്റ് വേണ്ടിയിട്ട് അവരിങ്ങനെ ഓടി നടക്കുകയാണ്. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അവരിങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിലാണ്. എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട്, ചില ആളുകളാണെങ്കിലും ചില ആളുകളാണെങ്കിൽ കളി രസങ്ങളിലാണ്. കുറെ ആളുകൾ രാത്രിയായാലും ക്യാരം ബോർഡ് കളി, രാവിലെ ആകുമ്പോൾ ക്രിക്കറ്റ് കളി, ഉച്ചയാകുമ്പോൾ അവർ 2020 ലോകകപ്പിന്റെ പുറകെ ഇങ്ങനെ കളികളുടെയും രസങ്ങളുടെയും പിന്നാലെ കുറെ ആളുകൾ അങ്ങനെയാണ്. ജീവിതം എന്താണെന്ന് അവർക്കറിയില്ല. എന്നാൽ ചില ആളുകളോ ചില ആളുകൾ രാഷ്ട്രീയ ചർച്ചകളിലാണ്. ഇന്ന് കേന്ദ്രമന്ത്രി എന്ത് പറഞ്ഞു, ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ചർച്ച എന്താണ്, അവർക്ക് ഇങ്ങനെ വാർത്തകൾ കണ്ടുകൊണ്ടേയിരിക്കണം. ആ വാർത്ത അറിഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാലും വാർത്തകൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. അവിടെ എന്ത് സംഭവിച്ചു, അവിടെ എത്ര കൊലപാതകം നടന്നു, ഇവിടെ എത്ര അടി നടന്നു, അതെന്താണ് ആ വാർത്ത, ഇവിടെ നീറ്റിന്റെ എക്സാമിനേഷൻ എന്തായി, +2 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയോ, ഈ ചിന്തകളിലാണ് കുറെ ആളുകൾ. സാമൂഹിക ചർച്ചകളിലാണ്, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പല പല പണികൾ. ഞാൻ മനസ്സിലാക്കിയത്, ഇമാമുന ഇബ്നു ജൗസി ഒരു സമയം പോലും അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് മാറ്റിവെക്കാത്ത മഹാരഥന്മാരെ ആലിമീങ്ങളാണ് ഇത് പറയുന്നത് ഓർക്കണം.
ഫഅലിംതു അന്ന അല്ലാഹ തആല ലം യത്ലു അലാ ശറഫിൽ ലിമഅരിഫത്തി ഖദ്രി ഔഖാത്തിൽ ആഫിയ. അവൻ ആരോഗ്യം കൊടുത്ത, അവന് സമ്പത്ത് കൊടുത്ത, അവന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അള്ളാഹുവിനെ ഓർക്കണമെന്ന് കൂടെ കൂടെ പറഞ്ഞ് അവന്റെ സമയങ്ങളൊക്കെ അവനെങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇല്ലാ മൻ വഫഖ അൽഹമഹു ഇഗ്തിനാം വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. അവന് കൊടുത്ത അവസരങ്ങളൊക്കെ അവൻ നഷ്ടപ്പെടുത്തി. അവസാനം അള്ളാഹു ചോദിക്കും, നിന്റെ ജീവിതം കൊണ്ട് നീ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോ എന്ത് നേടി എന്ന് പറയാൻ ഈ പറയപ്പെട്ട കൂട്ടറിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് വേണോ ഒന്ന് ചർച്ച ചെയ്യാൻ. ഈ പറയപ്പെട്ട സന്ദർഭങ്ങളിൽ ഈ പറയപ്പെട്ട കവലകളിൽ പോയെന്ന് കുറെ ആളുകളുണ്ട്. അവർക്ക് രാവിലെ ആകുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഓടണം, അവർക്ക് മാർക്കറ്റിൽ. പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിട്ടല്ല, അവിടെ ഇങ്ങനെ വട്ടം കൂടി ഒന്ന് ചർച്ച ചെയ്യണം. അവരുടെ ഹോബിയാണത്. ആരെ പറ്റിയ ചർച്ച? അവരെ പറ്റിയുള്ള ആഖിറത്തിന്റെ ചർച്ചയല്ല. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയില്ല, മറ്റുള്ളവരെ പറ്റിയുള്ള ചർച്ചയിലാണ് അവർ മുഴുകുക. അത് അപകടമാണെന്ന് ഇമാമുന ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഇത് പരിശുദ്ധമായ മുഹറം മാസമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇമാമുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യരെ ബാദിറൂ ബിൽ അഅമാലി സബ്അൻ മാ തൻതളിറൂൻ. ബാദിറൂ ബിൽ അഅമാലി സബ്അൻ. നിങ്ങൾ 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 7 കാര്യങ്ങൾ നിങ്ങൾ ധൃതിയാകണം. 7 കാര്യങ്ങൾ നിങ്ങൾ ധൃതിയാകണം. ഒന്നാമത് പറയുന്നു, ഇല്ലാ ഫഖറൻ മുൻസിയ. നിങ്ങൾക്കൊരു കടുത്ത ദാരിദ്ര്യം വരാനുണ്ട്. നിങ്ങളുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇടങ്ങേറലായി, നിങ്ങൾ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലേക്ക് പോകുന്നൊരു സമയം വരാനുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടാനും സാധ്യതയുണ്ട്. നിങ്ങളെ വഴിപിഴപ്പിച്ച് കളയുന്ന ആരാധനാ കർമ്മങ്ങളിൽ നിന്നും നിങ്ങളെ പിഴപ്പിച്ച് കളയുന്ന കുറെ സമ്പത്തിന്റെ അഭിരമിക്കാനുള്ള അവസരങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അതിനു മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ഒരു നെഞ്ചുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയാൻ സാധ്യതയുള്ള, നിങ്ങളെ നശിപ്പിച്ച് കളയുന്ന രോഗം നാളെ തന്നെ വരാനുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാനുള്ള അമലുകൾ നിങ്ങൾ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇതിലൊന്നും ഞാൻ ഈ കാറ്റഗറിയിലൊന്നും ഞാൻ പെടൂല ഉസ്താദ് എന്നാണ് നമ്മുടെ ചിന്ത. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഈ വർഷം ജനുവരി 1 എന്റെ റൂമിൽ വന്ന ആരോഗ്യത്തോടുകൂടി കൈപിടിച്ച് സന്തോഷം പറഞ്ഞു പോയ ഒരു സഹോദരൻ ഇന്ന് ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് വീട്ടിന്റെ അകത്തിരിക്കുകയാണ്. പക്ഷെ മനുഷ്യനറിയില്ല അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ്. അതാ പറയുന്നത്, രാവിലെ നിന്ന് നിസ്കരിക്കുന്നവൻ വൈകുന്നേരമാകുമ്പോ അവൻ കസേര ഇരിക്കേണ്ട ഗതികേട് വരാൻ, അവനെ നശിപ്പിച്ച് കളയുന്ന, അവനെ ഇല്ലാതാക്കി കളയുന്ന രോഗം അവന് മുന്നിൽ വരുന്നതിന് മുമ്പ് ഈ മഞ്ഞപ്പെട്ടി താമസിക്കുന്ന ഞാനുമായിട്ട് ഏറ്റവും സൗഹൃദം പങ്കിടുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ചെറിയൊരു തലവേദന വന്നതാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ബ്രെയിൻ ട്യൂമറാണ്. ബ്രെയിൻ ട്യൂമർ ആയപ്പോൾ ഓപ്പറേഷൻ ചെയ്തപ്പോൾ രക്ഷപ്പെടുമെന്ന ഡോക്ടർമാർ വിധി എഴുതിയതാണ്. ഇന്ന് പീസ് വാലിയിൽ അത്യാസന്ന വിഭാഗത്തിൽ കഴിയണ മനുഷ്യൻ, നമുക്കെല്ലാം പരിചയമുള്ള മനുഷ്യനാണ്. ഇവിടെ വന്നാൽ പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഇടയ്ക്ക് സംസാരിക്കുന്നയാളാണ്. കുറെ നാളായപ്പോ കാണുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ വാർത്ത വേദനയോടുകൂടി അറിഞ്ഞത്. നാളെ നമ്മളുമാവാം. അവനിക്ക് അങ്ങനെ രോഗം വന്നല്ലോ അല്ലാ എന്ന് പറഞ്ഞ് നാം സങ്കടപ്പെടുമ്പോൾ ഞാൻ ആ അവസ്ഥയിലായാൽ എന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പാടില്ലേ? മനുഷ്യരെ, പണത്തിനും അധികാരത്തിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗത്തിൽ അല്ലാഹു നമ്മളെ കൊടുക്കും. പടച്ച റബ്ബ് കാക്കുമാറാവട്ടെ. അതാ ഹബീബായ തങ്ങൾ പറയുന്നത്, 7 കാര്യങ്ങൾ നിങ്ങൾ വരുന്നതിന് മുമ്പ്, നിങ്ങളൊന്ന് ആരോഗ്യമുള്ള സമയത്ത്, ഇപ്പോൾ ടിൽ ദിസ് ടൈം, ഈ സമയത്തെ പറ്റി അല്ലാഹു പറയാ, ഒരു ദിക്ർ ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലി, സമയം കളയല്ലേ. കവലകളിൽ പോയിരുന്ന്, അങ്ങാടിയിൽ പോയിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ്, ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഉള്ള സമയം വേസ്റ്റ് ആക്കി കളയല്ലേ. ഉള്ള ടൈമില്ലേ മുമ്പിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 100 വർഷം ആരോഗ്യത്തോടു കൂടി ഞാനും നിങ്ങളും ഇരിക്കുമെന്ന് അല്ലാഹു ഒരു ഓർഡർ എന്നെങ്കിലും കുഴപ്പമില്ല. ഇല്ല, അടുത്ത ആസറിന് എന്താണ് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ശരിയാണ്, എല്ലാവരുടെ കാര്യം ഈക്വൽ ആണ് ആ വിഷയത്തിൽ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇരുത്തിക്കളയുന്ന വാർദ്ധക്യം വരാനുണ്ട്. മുടി ഇപ്പൊ കറുത്തിരിക്കാൻ, നല്ല കറുത്തിരിക്കുക. കഴിഞ്ഞ ദിവസം നോക്കി മുടി ഒന്ന് വരതി നോക്കിയപ്പോഴാ കുറെ ഇവിടെ നരച്ചിരിക്കുക. നമ്മളൊക്കെ മുടി വെളുത്തിരുന്നാൽ അത് കറുപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ്. അതുകൊണ്ട് മുടി കറുത്തിരിക്കുന്ന ആളുകളോട് പറയാ, നാളെ ഒരു വെളുത്ത വാർദ്ധക്യം വരാനുണ്ട്, മുമ്പ് നീ റെഡിയാവും എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാ. എന്തൊരു വാക്കാണ്, റെഡിയായിരിക്കുന്ന മരണം റെഡിയാണ് നമ്മുടെ മുന്നിൽ.
മരണം പിന്നെ അത് എപ്പോഴെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മരണം നമ്മുടെ മുമ്പിൽ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇങ്ങനെ യാഥാർത്ഥ്യമായിട്ട് ഒരു ക്രിയാത്മകമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നടന്നതിലേക്ക് അടുക്കേണ്ട താമസമേളൂ റെഡിയായിട്ട് നിൽക്കുന്ന മരണം നിങ്ങളുടെ മുന്നിൽ വരാനുണ്ട്. അതുകൊണ്ട് ഗെറ്റ് റെഡി. ഈ സമയം നിങ്ങളൊന്ന് റെഡിയാവൂ, ഒന്ന് അള്ളാഹുവിലേക്ക് മടങ്ങ്. അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് കേൾക്കുന്ന പറയുമ്പോൾ പറയുന്നവന് പേടി, കേൾക്കുന്ന നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. പ്രതീക്ഷിച്ചിരിക്കുന്ന ക്രൂരനായ ദജ്ജാൽ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റെഡിയാകുക. അപ്പോഴെങ്കിലും അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ച് റെഡിയാകുക. അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ റെഡിയാകുക. അത് വളരെ അടുത്താണെന്ന്, അതങ്ങ് വിദൂരമല്ല, അതങ്ങ് വളരെ അടുത്താണെന്ന് പറയാണ് മഹാനായ ഇമാമുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സമയം കഴിഞ്ഞു കടന്നുപോയി. 40 വയസ്സെത്തിയവരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ്. 40 വയസ്സായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ബി കെയർഫുൾ. എല്ലാ അമ്പിയാക്കന്മാർക്കും നബുവത്ത് അല്ലാഹു കൊടുത്തത് 40ാമത്തെ വയസ്സിലാണ്. വിശുദ്ധമായ ഖുർആൻ ഒരു ആയത്ത് തന്നെയുണ്ട്, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സന. 40 വയസ്സായെത്തിയ പ്രവാചകൻ പറഞ്ഞു, ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകന്മാരാ പറയുന്നത്, 40 വയസ്സെത്തിയപ്പോ റബ്ബി ഔസിഅനി, നീ എന്നെ നന്നാക്കി തരണേ അല്ലാ, എനിക്ക് അവസരം തരണേ അല്ലാ, അൻ അശ്കുറ നിഅമതക, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാൻ. 39 വയസ്സുവരെയുള്ള ആയുസ് നീ അറുമാദിച്ചു. നിനക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നീ ചെയ്തു. നിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം 33 വയസ്സെത്തുമ്പോഴാണ്. ഇപ്പോഴാ പരിപൂർണ ആരോഗ്യവാൻ. 40 വയസ്സെത്താവുമ്പോ പിന്നെ അവൻ തമ്മൽ അഖ്ലു, അവന്റെ ബുദ്ധിപൂർത്തിയായി, പക്വതയായി എന്ന് പറയുന്ന ഒരാൾ 40 വയസ്സെത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾക്ക് ഒരു നബുവത്ത് ആ സമയത്ത് കൊടുത്തത്. മുമ്പ് പക്വതയില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഒരു മനുഷ്യന്റെ ബുദ്ധി, അവന്റെ ശരീരത്തിന്റെ വളർച്ച, അവൻ പിന്നെ തടിക്കാൻ പാടില്ല. 40 വയസ്സ് കഴിഞ്ഞ് പിന്നെ അവൻ തടി വന്നാൽ അവൻ രോഗിയാണെന്നാണ്, ഡേഞ്ചറാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാന്മാര് പറയുക, 40 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ ഒരു സമയം പോലും പാഴാക്കി കളയരുത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്റത്തു അഹ്ലൽ ഇൽമി ബലദിന, നമ്മുടെ നാട്ടിലുള്ള അറിവുള്ള ആളുകളെയൊക്കെ കാണാം, വഹും യത്ലുബൂന ദുനിയ വയുഖാലിത്തൂന الناس, അവർ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലൊക്കെ സഞ്ചരിക്കും. ഹത്താ യതി ലഅഹദിഹിം 40 സന, 40 വയസ്സ് വരെ ജനങ്ങളുടെ ഇടയിലായിരിക്കും അവർ. പക്ഷേ 40 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ ഫൈദാ അതദ് അലൈഹിം യഅ്തസലു الناس, 40 വയസ്സായി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ കാണാൻ കഴിയില്ല. അവർ പിന്നെ അവരുടെ മരണത്തിന് വേണ്ടി അവർ റെഡിയാകുമായിരുന്നു. 40 വയസ്സെത്തിയവരെ, 33 വയസ്സെത്തിയ എന്റെ അവസ്ഥ, ഞാൻ ഇതിൽ നിന്ന് ഒഴിവാകുന്നവനല്ല. ചെറുപ്പക്കാരോട് 40 വയസ്സ് വരെ അറുമാദിക്കാമെന്നല്ല എന്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടത് 25 വയസ്സുകാരനാണ്. നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയി ആഴ്ചകളിലൊക്കെ മരണം സംഭവിച്ചത് 18, 28, 25 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. പല അവസ്ഥകളിൽ അതിൽ ക്യാൻസർ വന്നവരുണ്ട്, അപകടം പറ്റിയവരുണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി സോണിലല്ല. പക്ഷേ 40 വയസ്സെത്തിയവരോട് ഒരു ഉണർത്തൽ, നിങ്ങൾ ബി കെയർഫുൾ ആകണം, കാരണം നിങ്ങളുടെ ടൈം കഴിഞ്ഞു എന്നാണ് പറയുക. പ്രായത്തിന്റെ പക്വതയില്ലാത്തവരോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് കേൾക്കണം, സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, 3 വിഭാഗത്തോട് അള്ളാഹു ഖിയാമത്ത് നാളിൽ സംസാരിക്കില്ല. അവരോടൊരു ടോക്കിംഗ് ഇല്ല, റബ്ബ് മിണ്ടൂല്ല. വലാ യുസക്കീഹിം, അവരെ അപ്ഗ്രേഡ് ചെയ്യില്ല അള്ളാഹ്. അവർക്കൊന്നും ഒരു അവസരം പിന്നെ അള്ളാഹ് കൊടുക്കൂല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുക പോലുമില്ല. അവരിലേക്ക് അള്ളാഹ് നോക്കൂല. ആരാണ് അവർ? ആ 3 കൂട്ടർ. 1 ശൈഖുൻ സാനിൻ, വ്യഭിചാരിയായ കാരണവർ, വ്യഭിചാരിയായ കിളവൻ, വയസ്സായി മൂത്ത് നിരച്ചിട്ടും അവനിക്ക് വ്യഭിചാരത്തിന്റെ ചിന്ത. അള്ളാഹു അവനെ ഖിയാമത്ത് നാൾ നോക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വമലികുൻ കദ്ദാബ്, കള്ളനായ ഭരണാധികാരി, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അവസരങ്ങളിൽ ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്നിട്ട് നുണ പറയുന്നവൻ. അവൻ രാജ്യത്തിന്റെ ഭരണാധികാരിയാവാം, അവൻ ആ നാട്ടിന്റെ ഭരണാധികാരിയാകാം. ഏതൊരു ഭരണകർത്താവായിട്ട് സ്ഥാനം ഏറ്റെടുത്തോ, നുണ പറയുന്നവനെ അള്ളാഹു നോക്കൂല്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അതുപോലെ തന്നെ മുത്തനബി തങ്ങൾ പറയുന്നു, മുസ്തക്ബിർ, അഹങ്കാരിയായ കുടുംബനാഥൻ, തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ സമ്പാദ്യം കൊണ്ടും കുടുംബത്തിന്റെ ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്നിട്ട് മറ്റുള്ളവരോടും കുടുംബത്തോടും ധിക്കാരവും അഹങ്കാരവും കാണിക്കുന്നവനോടും അല്ലാഹു നോക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾ നോക്കിയേ, ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ, അവൻ പക്വതയെത്തി, പ്രായമെത്തി, ഒരു ഭരണാധികാരിയായവൻ, അവൻ ഏകദേശം 40 കഴിഞ്ഞവൻ, ശൈഖുൻ സാനിൻ, വൃദ്ധനായിട്ടും അവനിങ്ങനെ പെണ്ണെന്നുള്ള ചിന്തയാണെങ്കിൽ, അപ്പൊ 35 വയസ്സുള്ള എനിക്ക് അള്ളാഹു പുറത്തു തരുമോ എന്നാ ചോദ്യം ചെറുപ്പക്കാരൻ. ചിലപ്പോ നിനക്ക് ഇതിന്റെ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നീ അതിൽ വീണുപോയവനാണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു മാപ്പ് തന്നേക്കാം. ഒരു പക്ഷേ ചെയ്താൽ മാപ്പ് കിട്ടുമെങ്കിൽ, ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ ശിക്ഷ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ നാരകീയ ശിക്ഷയിൽ നിന്ന് ഒരു പക്ഷേ മോചിപ്പിച്ചേക്കാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് 40 ഇയേഴ്സ് കഴിഞ്ഞവരെ, പരിശുദ്ധമായ ഒരു മുഹറം മാസം വന്നു. ഇനി ഒരു ആയുസ് നമുക്കുണ്ടാകുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഈ കാലഘട്ടത്ത് ഒന്ന് ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ പറയുക. വരുന്ന ചൊവ്വയും ബുധനും മുഹറം 9ഉം 10ഉമാണ്. പരിശുദ്ധമാക്കപ്പെട്ട നോമ്പാണ്. മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്നപ്പോൾ മദീനക്കാരായ യഹൂദികൾ നോമ്പുകാരായിട്ട് കാണുകയാണ്. മുത്തുനബി തങ്ങൾ, നിങ്ങൾ എന്തിനാ ഇപ്പൊ നോമ്പ് നോക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിർഔന്റെ ചതിയിൽ നിന്നും കുതന്ത്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു ദിവസമായതുകൊണ്ട് മുഹറം 10, ആ 10 ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു, മൂസാ നബിക്ക് നന്ദി കാണിച്ചവരായിട്ട്. അപ്പോ ആ മദീനക്കാരായ യഹൂദികളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുത്തവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു. മാത്രമല്ല, അടുത്ത കൊല്ലമായാൽ ജീവിച്ചിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പിറ്റേ വർഷം ജീവിച്ചിരുന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ മുഹറം 9 നോമ്പ് പിടിക്കും. എന്തുകൊണ്ട്? വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. യഹൂദികളാണ് മുഹറം 10 നോമ്പ് പിടിച്ചത്. മുത്തുനബി തങ്ങളുടെ ഹദീസുണ്ട്, ഖാലിഫുൽ യഹൂദ വൻ നസാറ. യഹൂദികൾ നസാറാക്കളെ കാണിക്കുന്നതിന് ഘടക വിരുദ്ധമായിട്ട് നിങ്ങൾ കാണിക്കണം. യഹൂദികൾ അവർ താടി വടിക്കും, അവർ മീശ വളർത്തുന്നവർ, അവരുടെ സ്വഭാവം. അവർ മുടി പകുതി വെട്ടും, പകുതി പൊക്കി നിർത്തും, ജൂതന്മാരുടെ സ്വഭാവമാണ്. അവർ മദ്യപിക്കും, വ്യഭിചരിക്കും, ജൂതന്മാരുടെ സ്വഭാവമാണ്. അവർ അർദ്ധനഗ്നകളായി നടക്കും, ജൂതന്മാരുടെ സ്വഭാവമാണ്. ചതി എന്ന് പറയുന്നത് അവരുടെ ബ്ലഡിൽ അതാണെന്ന് ഇസ്രായേലിന്റെ ജൂത നരനായാട്ടുകൾ കഴിഞ്ഞ ദിവസവും പിഞ്ചളം പൈതലുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഷെൽട്ടറുകളിൽ പോയി പോലും ബോംബിട്ടുകൊണ്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇവിടെ മനസ്സിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അത് കണ്ടിട്ടൊന്ന് കരയാൻ, ഒന്ന് ദുആ ചെയ്യാൻ. അവർക്ക് സഹായം എത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പലതും കറക്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്ത് അവരെ കൂടെ നിൽക്കണം. നമ്മൾ നാളെ ഏതവസ്ഥയിലാണ് നമ്മൾ ആകില്ല ആ ചിന്തയില്ല. നാളെ ഞങ്ങൾക്ക് ഇത് വരുമോ എന്നുള്ള ഭയമല്ല. നമ്മുടെ സഹോദരങ്ങൾ കുഞ്ഞിളം പൈതലുകളുടെ കൈകാലുകളിൽ മുറിവേറ്റ് ബോംബിന്റെ പാടുകളേറ്റ് അവർ സ്നഗ്ഗിയിട്ട കുഞ്ഞുങ്ങളുടെ ശരീരം പൊട്ടി ഒലിച്ച് ഒന്ന് കിടക്കാൻ പോലും കഴിയാതെ ആ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള കുഞ്ഞിളം പൈതലുകളെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് ചിന്തിക്കണം, നമ്മുടെ മക്കൾ അല്ലേ അവരുമെന്ന്. അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വരുന്ന ചൊവ്വയും ബുധനും ആത്മാർത്ഥമായ ദിവസങ്ങൾ നിങ്ങൾ നോമ്പ് നോൽക്കുക. മുഹറം 9ന്റെയും 10ന്റെയും നോമ്പ് നോൽക്കുക. മുഹറം ഒരു മുഴുവനും നോമ്പ് നോൽക്കാൻ നമ്മുടെ മേൽ സുന്നത്താണ്. അതുപോലെ തന്നെ മുഹറം 10ന്റെ അന്ന് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്ന, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ, നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിൽ അടഞ്ഞ, അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രോഗം ശിഫയായ, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയ അത്ഭുത നിരവധി സംഭവങ്ങൾ നടന്ന, സുന്ദരമായ ഫിർഔനെ മുക്കിക്കൊന്ന ആ ഫിർഔൻ ഇന്നുമുണ്ട് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ. അങ്ങനെ ഹക്കിനെ വിജയിപ്പിച്ച് ഏറ്റവും വലിയ ശത്രു സൈന്യങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തിയ ദിവസമാണ്. ആ ഒരു ദിവസം ഇസ്രായേലിന്റെ പരാജയം കാണാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പ് നോറ്റ് അവർക്ക് വേണ്ടി വേണം നമ്മൾ ആദ്യം ദുആ ചെയ്യാൻ. ആത്മാർത്ഥമായിട്ട് ഇന്ന് മുഹറം 9ന്റെയും 10ന്റെയും നോമ്പ് നോൽക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമല് അന്ന്. അതുപോലെ തന്നെ കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നുള്ള ഒരു സൽക്കർമ്മം എന്ന സുന്നത്തായിട്ടുണ്ട്. ഒരാൾ മുഹറം 9നും 10നും അവര് പിന്നെ മുഹറം 9, 10 എന്ന് പറയാനുള്ള കാരണം 9ന്റെ മഗ്രിബ് അവസാനിക്കുമ്പോൾ മുഹറം 10 സ്റ്റാർട്ടായി. ആ ദിവസം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിശാലത കാണിച്ചാൽ, ഒരൽപ്പം നല്ല ഭക്ഷണം, നല്ല രീതിയിലുള്ള അവർക്കുള്ള വിശാലത കാണിച്ചു കൊടുത്താൽ, അവർക്ക് മുഴുവൻ ആ വരുന്ന വർഷം മുഴുവനും അവരുടെ കുടുംബത്തിൽ അള്ളാഹു വിശാലത ചെയ്യുമെന്ന ഹദീസ് ഉണ്ട്. ആ അർത്ഥത്തിലൊക്കെ അതിനെ കൈകാര്യം ചെയ്യുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ.